അത് കേട്ടതും മോട്ടു ഒരു ഐഡിയ പറഞ്ഞു. അയ്യോ, ഇതാണ് പരിതാപകരമായ കാര്യം. ആ സിംഹം കൊന്ന് വായിൽ കടിച്ചു പിടിച്ചിരുന്നത് വേറെ ആരെയുമല്ല, നമ്മുടെ എല്ലാവരുടെയും ചങ്ങാതിയായ ആ കുരങ്ങനെയാ. ഇനി നമ്മുടെ ചങ്ങാതി ഒരിക്കലും തിരിച്ചു വരില്ല. ഒരു കാട്ടിൽ 2 ചെമ്മരിയാടുകൾ ജീവിച്ചുകൊണ്ടിരുന്നു. മോട്ടു, പത്ലു. പത്ലു വളരെ എനർജിയോടെ ചുറുചുറുക്കോടെ എല്ലാ പണികളും ചെയ്യും. പക്ഷെ മോട്ടു മാത്രം മടിയനായി എപ്പോഴും ഉറങ്ങും. അവർ 2 പേരോടൊപ്പം ആ കാട്ടിൽ വലിയ ആന, മാൻ, കുരങ്ങൻ അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. വൈകുന്നേരമായാൽ കുരങ്ങൻ മരത്തിൽ ഇരുന്നു കൊണ്ട് ദൂരം ദൂരം വരെ നോക്കിക്കൊണ്ടിരിക്കും. എന്തെന്നാൽ സിംഹം രാത്രി സമയത്താണ് വേട്ടയാടാൻ കാട്ടിലേക്ക് വരുന്നത്. എപ്പോഴൊക്കെ ആ സിംഹം അവിടേക്ക് വരുന്നു, അപ്പോഴൊക്കെ കുരങ്ങൻ ബഹളം വയ്ക്കാൻ തുടങ്ങും. ഉടനെ മൃഗങ്ങൾ എല്ലാവരും ആനയെ നോക്കി ഓടിപ്പോകും. സിംഹം വരുമ്പോൾ എല്ലാ മൃഗങ്ങളും ആനയുടെ അടുത്ത് ഇരിക്കുന്നത് കണ്ട് ദൂരെ നിന്ന് അത് കണ്ട് തിരിച്ചു പോകും. ഇതുപോലെ ഓരോരുത്തർ പരസ്പരം സഹായിച്ചുകൊണ്ട് സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം തണുപ്പുകാലത്ത് മോത്ലു പട്ടു 2 പേരിൽ നിന്ന് സംസാരിച്ചു കൊണ്ടിരുന്നു. മോട്ടോ, എപ്പോൾ തൊട്ട് തണുപ്പ് കാലം തുടങ്ങിയോ അപ്പോൾ മുതൽ ഇവിടെ കിടന്ന് ഉറങ്ങാൻ വളരെ കഷ്ടപ്പാടാ. ബാക്കിയുള്ള മൃഗങ്ങളൊക്കെ അവരവരുടെ വീട്ടിൽ എന്ത് സുഖമായിട്ടാണ് ഉറങ്ങുന്നത്. ഗുഹയിൽ, കൂട്ടിൽ, അല്ലെങ്കിൽ വല്ല മരത്തിൽ. എല്ലാവരും ഇങ്ങനെയുള്ളപ്പോൾ നമ്മൾ എന്തുകൊണ്ട് നമുക്ക് കിടക്കാൻ ഒരു സ്ഥലം കണ്ടെത്തിക്കൂടാ? നീ പറയുന്നതൊക്കെ സത്യമാ. എന്നാൽ കിടന്നുറങ്ങാൻ എവിടെ സ്ഥലം നോക്കാനാ? ഒരുപാട് സമയമെടുക്കും. അതൊന്ന് ശരിപ്പെടുത്തി എടുക്കാനും ഒരുപാട് സമയമാകും. അത് കേട്ട് പത്ലു മനസ്സിലാക്കി ഇവന്റെ മടി കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന്. ശരി ചങ്ങാതി, നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ പോട്ടെ. എന്നാൽ ഞാൻ എനിക്ക് വേണ്ടി ഉറപ്പായും ഒരു സ്ഥലം കണ്ടെത്തും. അങ്ങനെ പറഞ്ഞ് പത്ലു വീടെവിടുന്ന് തേടിക്കൊണ്ടേ പോയി. അവസാനം അതിന്റെ കണ്ണ് ഒരു വലിയ ആൽമരത്തിലേക്ക് പോയി. അതിന്റെ താഴെ ഒരു വലിയ മാളമുണ്ടായിരുന്നു. അത് സന്തോഷത്തോടെ ആ മരത്തിന്റെ മാളത്തിലേക്ക് പോയി. അവിടെ ഒരുപാട് സന്തോഷത്തോടെ ഇരുന്നു. അപ്പൊ അത് ചിന്തിച്ചു, ഇതിനെ നമുക്ക് നമ്മുടെ വീടായി മാറ്റിയാൽ എന്താ എന്ന്. അത് സന്തോഷത്തോടെ മോട്ടുവിനെ അവിടേക്ക് കൊണ്ടുവന്ന് അതിന്റെ വീട് മോട്ടുവിന് കാണിച്ചു. ബദലു ചങ്ങാതി, നിനക്കൊരു നല്ല വീട് കിട്ടിയെന്ന് തോന്നുന്നു. എന്നാൽ ഇതിൽ ഒരാൾക്ക് മാത്രമേ താമസിക്കാൻ പറ്റൂ. ഇപ്പോൾ ഞാൻ എന്തു ചെയ്യും? അയ്യോ, നീ വിഷമിക്കണ്ട മോട്ടോ. നമുക്ക് 2 പേർക്കും ഒരുമിച്ച് നിനക്ക് വേണ്ടി ഒരു സ്ഥലം കണ്ടെത്താം. മോട്ടുവിന് ഇപ്പോഴും വീട് അന്വേഷിക്കുന്നതിന് വളരെയധികം മടിയായിരുന്നു. അതുകൊണ്ട് അതൊരു ഐഡിയ ആലോചിച്ചു. അടുത്ത ദിവസം മോട്ടു പകലിൽ തന്നെ ബഹളം വെച്ച് ഓടി വന്നു, സിംഹം പകലിൽ വേട്ടയാടാൻ വരുന്നത് പോലെ. സിംഹം ഒരു മൃഗത്തിനെ കൊന്നു എന്നും പറഞ്ഞു. അതിന്റെ ആ ശബ്ദം കേട്ട് ആന, പത്ലു, മാൻ അവിടേക്ക് വന്നു. ഇതൊക്കെ എങ്ങനെ നടക്കാനാണ്? ആ സിംഹം വൈകുന്നേരം ആ വേട്ടയ്ക്ക് തന്നെ വരുന്നത്. നീ വേറെ വല്ല മൃഗത്തിനെയും കണ്ട് സിംഹമാണെന്ന് തെറ്റിദ്ധരിച്ചതാണോ? ഇല്ല ഇല്ല, ഞാൻ സത്യമാ പറഞ്ഞത്. അത് സിംഹം തന്നെയാ. ഒരുപക്ഷെ കുരങ്ങിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള വിവരം കണ്ടെത്താമായിരുന്നു. വന്നത് സിംഹം തന്നെയാണോ അല്ലെങ്കിൽ നിനക്ക് തോന്നിയതാണോ എന്ന്. അത് കേട്ടതും മോട്ടു ഒരു ഐഡിയ പറഞ്ഞു. അയ്യോ, ഇതാണ് പരിതാപകരമായ കാര്യം. ആ സിംഹം കൊന്ന് വായിൽ കടിച്ചു പിടിച്ചിരുന്നത് വേറെ ആരെയുമല്ല, നമ്മുടെ എല്ലാവരുടെയും ചങ്ങാതിയായ ആ കുരങ്ങനെയാ. ഇനി നമ്മുടെ ചങ്ങാതി ഒരിക്കലും തിരിച്ചു വരില്ല. ഇത് കേട്ടതും എല്ലാ മൃഗങ്ങളും ഷോക്കായി. നീ പറയുന്നത് പോലെ സിംഹം കുരങ്ങനെ കൊന്നിട്ടുണ്ടെങ്കിൽ സിംഹം ഇനി വരുന്നോ ഇല്ലയോ എന്ന് പറയാൻ ഇവിടെ ആരും തന്നെ കാണില്ല. ഇനി മുതൽ നമ്മൾ ഇവിടെ താമസിക്കുന്നത് വളരെ ആപത്താണ്. ആന പറയുന്നത് കേട്ട് എല്ലാ മൃഗങ്ങളും അവിടുന്ന് പോകാമെന്ന് തീരുമാനിച്ചു. അത് കഴിഞ്ഞ് മോട്ടു, പത്ലു 2 പേരും ആനയോടൊപ്പം പുറപ്പെട്ടു. വൈകുന്നേരമായി. എല്ലാവരും അവരെ കൊണ്ട് പറ്റുന്ന സ്ഥലം നോക്കി അവിടെ താമസിച്ചു. പത്ലുവും ഒരു മരത്തിനടിയിൽ വളരെ സന്തോഷത്തോടെ ഇരുന്നു. നോക്കു ബദലു, നീ ഇവിടെ സുഖമായി കിടന്നു ഉറങ്ങുവല്ലേ? ഞാനും ഒരു നല്ല സ്ഥലം കണ്ടുപിടിച്ച് ഉറങ്ങാൻ പോകുക. നാളെ നീ ഒരിടത്തേക്കും പോകരുത്. ഞാൻ ഇവിടെ വന്ന് നിന്നെ കണ്ടോളാം. ശരി മോട്ടോ. അങ്ങനെ പറഞ്ഞ് മോട്ടു അവിടുന്ന് പുറപ്പെട്ടു.
അത് കഴിഞ്ഞ് പട്ലുവിന്റെ അതേ വീട്ടിൽ ചെന്ന് അവൻ സന്തോഷത്തോടെ ഇരുന്നു. ഇപ്പൊ കുരങ്ങന്റെ പണി സമയം വന്ന ഉടനെ അത് മരത്തിൽ കയറി എല്ലാം നോക്കാൻ തുടങ്ങി. അപ്പൊ അത് കണ്ടു, കാട്ടിലുള്ള ഏത് മൃഗവും അപ്പൊ അവിടെയില്ല. അപ്പൊ അതേ സമയത്ത് സിംഹം അതിന്റെ അടുത്തേക്ക് വന്നത് കണ്ടതും, അയ്യോ, സിംഹം എവിടേക്ക് വരുന്നു? എന്നാൽ പെട്ടെന്ന് എല്ലാവരും ഇത് എവിടേക്ക് പോയി? അപ്പൊ അതിന്റെ കണ്ണ് തറയിൽ നടക്കുന്ന മോട്ടുവിനടുത്ത് പോയി. അപ്പത് പറഞ്ഞു, മോട്ടു, വേഗം ഓടിപ്പോയി ഒളിച്ചിരിക്ക്, ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് ഓടിക്കോ. സിംഹം അതാ നിന്റെ അടുത്തേക്ക് തന്നെ വരുന്നു. അത് കേട്ട് മോട്ടു പേടിച്ചു. കുറച്ചു ദൂരത്തിൽ സിംഹം അതിനെ നോക്കി വരുന്നത് അത് ശ്രദ്ധിച്ചു. അത് വേഗവേഗം പോയി ആൽമരത്തിന്റെ മാളത്തിൽ ചെന്നൊളിച്ചു. അതിനുശേഷം സിംഹവും ആ ആൽമരമാളത്തിൽ പോകാൻ ശ്രമിച്ചു. പക്ഷേ മരത്തിന്റെ മാളം അത്ര വലുതല്ല. സിംഹത്തിന് അതിനുള്ളിൽ പോകാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് പുറത്തുനിന്ന് മോട്ടുവിന് വേണ്ടി കാത്തിരുന്നു. മോട്ടു സിംഹത്തിനെ കണ്ട് വല്ലാതെ പേടിച്ചു. ഒരുപാട് ഉറക്കി സഹായിക്കുമെന്ന് ബഹളം വെക്കാൻ തുടങ്ങി. അപ്പോ കുരങ്ങൻ കണ്ടു, മരത്തിന്റെ മാളത്തിൽ നിന്ന് മോട്ടുവിന്റെ ബഹളം കേട്ടു. പിന്നെ സിംഹം ആ മരത്തിന് പുറത്തിരുന്ന് മോട്ടുവിന് വേണ്ടി കാത്തിരുന്നു. അതിപ്പോ താമസിക്കാതെ മറ്റു മൃഗങ്ങൾ എവിടെയെന്ന് തേടാൻ ആരംഭിച്ചു. ഒരുപാട് നേരത്തിന് ശേഷം പത്ലു അതിന്റെ കാഴ്ചയിൽപ്പെട്ടു. അത് കഴിഞ്ഞ് പത്ലു കുരങ്ങനെ എല്ലാവരുടെ അടുത്തും കൊണ്ടുവന്നു. അത് ജീവനോടെയുള്ളത് കണ്ട് എല്ലാവരും സന്തോഷിച്ചു. പിന്നെ ഷോക്കായി. ഇപ്പുറത്ത് ആൽമരമാളത്തിൽ പെട്ടുപോയ മോട്ടു ചിന്തിച്ചുകൊണ്ടിരുന്നു, ഒരുപക്ഷെ ഞാൻ എല്ലാ മൃഗങ്ങളെയും ഇവിടുന്ന് ഞാൻ പറഞ്ഞയച്ചിരുന്നില്ലെങ്കിൽ ഇന്നീ പ്രശ്നം തന്നെ വരില്ലായിരുന്നു എന്ന്. കുറച്ചു നേരത്തിന് ശേഷം തറയെല്ലാം നടുങ്ങാൻ തുടങ്ങി. മോട്ടുവിന് നന്നായി മനസ്സിലായി ഇത് എന്തായാലും ആനോടി വരുന്ന ശബ്ദമാണെന്ന്. അപ്പോ സിംഹം കണ്ടു, ആന, മാൻ, കുരങ്ങൻ, പട്ലു ഇവർ 3 പേരെയും വിളിച്ച് വേഗം അതിനെ നോക്കിയാണ് വന്നതെന്ന്. ആന അടുത്തു വന്ന് സിംഹത്തിന് ഒരു അടി കൊടുത്തു. സിംഹം ദൂരെ ചെന്ന് വീണു. അത് കഴിഞ്ഞ് എല്ലാ മൃഗങ്ങളെയും ഒരുമിച്ച് കണ്ടതിൽ സിംഹം വളരെ പേടിച്ചു പോയി അവിടെ നിന്ന് ഓടിപ്പോയി. അത് കഴിഞ്ഞ് മോട്ടു വീട്ടിൽ നിന്ന് പുറത്തു വന്നു. അത് കഴിഞ്ഞ് പട്ലുവും കൂടി അവിടെയുള്ള എല്ലാ മൃഗങ്ങളും ഒരുപാട് ദേഷ്യത്തോടെ മോട്ടുവിനെ തന്നെ നോക്കി നിന്നു. മോട്ടു, നീ പറയുന്നോ ഇല്ലയോ? എന്തിനാ നീ വെറുതെ കള്ളം പറഞ്ഞ് ഞങ്ങളെ ഇവിടെ നിന്നും തുരത്താൻ നോക്കിയത്? അത് കേട്ടു മോട്ടു എല്ലാവരോടും സത്യം പറഞ്ഞു. അത് കഴിഞ്ഞ് പറഞ്ഞു, ഒരുപക്ഷെ നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ ആ സിംഹം ഇതേ സ്ഥലത്ത് വെച്ച് തന്നെ എന്നെ കൊന്നു തിന്നിരുന്നേനെ. ഞാൻ ചെയ്ത തെറ്റു കാരണം ഞാൻ ഈ വീട്ടിൽ തന്നെ ചത്തുപോയേനെ. ഞാൻ വാക്ക് തരുന്നു, ഇനി മുതൽ ഞാനൊരു മടിയനായി പെരുമാറില്ല. എനിക്ക് വേണ്ടി ഞാൻ ആരോടും കള്ളം പറയുകയേയില്ല. ശരി മോട്ടു, നിനക്ക് ഈ മടി ഉപേക്ഷിച്ച് ജോലി ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങൾ നിന്നോട് ക്ഷമിക്കാം. ഈ വീട് നിന്റേത് മാത്രമാ ബദ്ലു. നിന്റെ വീട്ടിൽ നീ തന്നെ താമസിച്ചോളൂ. ഞാൻ കഷ്ടപ്പെട്ട് എനിക്ക് വേണ്ടി ഒരു പുതിയ വീട് കണ്ടെത്താം. അത് കേട്ടതും അവിടെ എല്ലാ മൃഗങ്ങളും വളരെ സന്തോഷിച്ചു. ആ നാൾക്കു ശേഷം അവരെല്ലാവരും അവിടെ തന്നെ വളരെ സന്തോഷത്തോടെ ജീവിച്ചു. ഈ ഇല ഞാൻ നിനക്ക് വേണ്ടിയാ കൊണ്ടുവന്നേ മിട്ടു. ഈ ഇലയുടെ ഉപയോഗം എന്തെന്നാൽ കണ്ണ് കാണാത്തവരുടെ കണ്ണിൽ ഇതിന്റെ ചാറൊഴിച്ചാൽ അവർക്ക് കണ്ണ് കാണും. പക്ഷെ നല്ല കണ്ണിൽ ഈ ചാറൊഴിച്ചാൽ അവരുടെ കാഴ്ച നഷ്ടപ്പെടും. മിട്ടു കിളി ഒരു വലിയ മരത്തിൽ ചില പറവകളോടൊപ്പം ജീവിച്ചു കൊണ്ടിരുന്നു. അതാ പറവകളോടൊപ്പം ദിവസവും ഭക്ഷണം അന്വേഷിച്ചു പോകും. അത് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴേക്കും തിരിച്ചെത്തും. ഞാൻ ദിവസവും ഇവരോടൊപ്പം പോകേണ്ടിയിരിക്കുന്നു. വെയിലിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ഭക്ഷണം അന്വേഷിക്കണം. പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവരോടൊപ്പം പോകാനും പാടില്ല, പക്ഷെ എനിക്ക് ഭക്ഷണവും തേടണം. അപ്പോഴാണ് അത് ചിന്തിച്ചത്, കണ്ണ് കാണുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് മിണ്ടാതെ ഇവിടെ ഇരിക്കാമെന്ന്. എല്ലാ പറവകളും അതിന് ഭക്ഷണം കൊടുക്കുമെന്നും. എനിക്ക് കണ്ണ് കാണുന്നില്ല, അയ്യോ, എനിക്ക് ഒന്നും കാണുന്നില്ല, അയ്യോ. അതിന്റെ ബഹളം കേട്ട് മറ്റുള്ള പറവകളെല്ലാം അവിടെ എത്തി.
നിനക്ക് എന്ത് പറ്റി? എനിക്കൊന്നും കാണുന്നില്ല. രാവിലെ സൂര്യൻ ഉദിക്കുന്നത് ഞാൻ കണ്ടതാ, അതുകൊണ്ട് എനിക്കിങ്ങനെ ആയെന്ന് തോന്നുന്നു. അയ്യോ. അങ്ങനെ പറഞ്ഞ് ആ കൊമ്പിൽ നിന്ന് വീഴാൻ നോക്കി. സൂര്യനെ കാണുന്നത് കൊണ്ട് ആർക്കെങ്കിലും കാഴ്ച നഷ്ടപ്പെടുമോ? എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ഒന്നും കാണുന്നില്ല. എനിക്ക് ഇപ്പൊ വെള്ളം ഭക്ഷണമൊക്കെ ആരാണ് കൊണ്ടുവന്ന് തരിക? അതിങ്ങനെ കഷ്ടപ്പെടുന്നത് കൊണ്ട് എല്ലാ പറവകൾക്കും ഒരുപാട് വിഷമമായി. ടീനു പറവ പറഞ്ഞു, മിട്ടു, നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. നിന്റെ കാഴ്ച ഇപ്പൊ നിനക്ക് തിരിച്ചു കിട്ടുമോ? അതുവരെ ഞങ്ങൾ എല്ലാരും നിനക്ക് ഭക്ഷണവും വെള്ളവും എല്ലാം കൊണ്ടുതരാം. ഇല്ല, എനിക്ക് കഷ്ടപ്പെട്ട് കഴിക്കാനാ ഇഷ്ടം. ഞങ്ങൾക്കറിയാം നിനക്ക് കഷ്ടപ്പെടുന്നത് ഇഷ്ടാണെന്ന്. നിനക്ക് അത്രയ്ക്ക് വിഷമമുണ്ടെങ്കിൽ ഞങ്ങൾ ഭക്ഷണം അന്വേഷിച്ച് വരുന്നവരെ ഞങ്ങളുടെ കൂട്ടിലെ മുട്ടകൾ നോക്കിക്കോ. അപ്പൊ കുറിച്ച് നിന്റെ വിഷമവും മാറും. എന്നാൽ ഇവൾ അന്ധയായില്ലേ, ഇനി എങ്ങനെ കൂട് സംരക്ഷിക്കാൻ കഴിയും? ഇവളിവിടെ ഇരിക്കുന്ന കണ്ട് തീർച്ചയായും പൂച്ച നമ്മുടെ കൂടിനടുത്ത് വരില്ല. എന്തെന്നാൽ ആ പൂച്ചയ്ക്ക് ഇവൾക്ക് കണ്ണു കാണാത്ത കാര്യം അറിയില്ലല്ലോ. ഒരുപക്ഷെ നിങ്ങൾ കൂട്ടിനെ കാവലാക്കുന്നുണ്ടെങ്കിൽ ശരി, ഞാൻ നോക്കിക്കോളാം. ഇതെല്ലാം പൂച്ച ആരും അറിയാതെ കേട്ടുകൊണ്ടിരുന്നു. എല്ലാ പറവകളും മിട്ടുവിനെ മരത്തിലാക്കിയിട്ട് പോയി. അവർ പോയതും ആ പൂച്ച മരത്തിനടുത്തേക്ക് ചെന്നു. ആഹാഹാ, ഇന്ന് എനിക്ക് പാർട്ടിയാണ്. ഈ കണ്ണു കാണാത്ത കിളി എന്നെ എന്ത് ചെയ്യാൻ പോകുന്നു? അതുമാത്രമല്ലാതെ അതിന് അറിയില്ലല്ലോ ഞാൻ ഇവിടെയുള്ള കുഞ്ഞു പറവുകളെയും മുട്ടയും കഴിക്കാൻ പോകുന്ന കാര്യം. അങ്ങനെ പറഞ്ഞത് വേഗം മരത്തിൽ കയറി കൂട്ടിലേക്ക് നടന്ന് പോയിക്കൊണ്ടിരുന്നു. ഇനി നീ ഒരു അടിയെടുത്തു വെച്ചാൽ നിന്നെ ഞാൻ പാഠം പഠിപ്പിക്കും. അങ്ങനെ പറഞ്ഞു മിട്ടു പറന്നു അതിന്റെ കൊക്കുകൊണ്ട് ആ പൂച്ചയെ പരിക്കേൽപ്പിക്കാൻ തുടങ്ങി. ആഹാ, ഇതിനെല്ലാം അറിയുന്നുണ്ട്. അപ്പൊ ഇത് പറഞ്ഞത് നുണയാ. അയ്യോ, എനിക്ക് വേദനിക്കുന്നു. പൂച്ച അവിടെ നിന്ന് ഓടിപ്പോയി. ഇതുപോലെ മിട്ടു മുട്ടകളെയും കുട്ടികളെയും എല്ലാവരെയും നന്നായി നോക്കി. എല്ലാ പറവകളും തിരിച്ചു വരുമ്പോൾ അവർ മിട്ടുവിന് വേണ്ടിയും ഭക്ഷണം കൊണ്ടുവന്നു. മിട്ടു ആ ഭക്ഷണം സന്തോഷമായി കഴിച്ചു. അതിന് കണ്ണ് കാണുന്നില്ല എന്ന നാടകം അങ്ങനെ തുടർന്നു. അടുത്ത ദിവസം രാവിലെ എല്ലാ പറവകളും ഭക്ഷണം തേടി പോകാൻ തീരുമാനിച്ചപ്പോൾ അവിടെ നോക്കുമ്പോൾ ടീനു പറവയില്ല. ഈ ടീനു ഇത് എവിടെ പോയി? അപ്പോഴാണ് അവർ ടീനു പറന്നു വരുന്നത് കണ്ടത്. അതിന്റെ വായിൽ ചെറിയ ഒരു ഇലയുണ്ടായിരുന്നു. അത് ആ ഇല ചില്ലയിൽ കൊണ്ടുവന്ന് വെച്ചു. പിന്നെ പറഞ്ഞു, ഈ ഇല ഞാൻ നിനക്ക് വേണ്ടിയാ കൊണ്ടുവന്നേ മിട്ടു. ഈ ഇലയുടെ ഉപയോഗം എന്തെന്നാൽ കണ്ണ് കാണാത്തവരുടെ കണ്ണിൽ ഇതിന്റെ ചാറൊഴിച്ചാൽ അവർക്ക് കണ്ണ് കാണും. പക്ഷെ നല്ല കണ്ണിൽ ഈ ചാറൊഴിച്ചാൽ അവരുടെ കാഴ്ച നഷ്ടപ്പെടും. അയ്യോ, അപ്പൊ ഞാൻ തീർച്ചയായും ഇതിന്റെ കണ്ണിൽ ഒഴിക്കില്ല. എന്തുകൊണ്ടാ ഒഴിക്കാത്തത്? നിന്റെ കണ്ണ് ശരിയാകണ്ടേ? അത് കേട്ട് മിട്ടു മനസ്സിലാക്കി. സത്യം പറഞ്ഞാൽ അത് പിന്നെ പെട്ടുപോകില്ലേ. ആ, ശരി ശരി, ഒഴിച്ചോ. അത് കേട്ടതും ടീനു പറവ ആ ഇലയുടെ ചരതിന്റെ കണ്ണിൽ ഒഴിച്ചു. അതിന് കണ്ണൊക്കെ എരിയാൻ തുടങ്ങി. ആ, അയ്യോ അയ്യോ, എനിക്ക് കണ്ണൊക്കെ എരിയുന്നു. അയ്യോ, എരിയുന്നു. എനിക്കൊന്നും കാണുന്നില്ല, എനിക്ക് കാണുന്നില്ല. നീ എന്താ പറയുന്നേ? നിനക്ക് അല്ലെങ്കിലും ഒന്നും കാണുന്നില്ലല്ലോ. ഇപ്പൊ വീണ്ടും കാണുന്നില്ലെന്ന് പറഞ്ഞു. അത് എനിക്ക് എല്ലാം ശരിയായി മാറി. എനിക്കിപ്പോ എല്ലാം കണ്ണിൽ കാണുന്നു. ആവോ, എനിക്ക് ഇപ്പോഴേ സന്തോഷമായി. പക്ഷേ മിട്ടു ഇപ്പോഴാണ് അന്ധയായത്. അതിനോട് ആരോടും ഇപ്പൊ സത്യം പോലും പറയാനാകില്ല. മിട്ടു, ഇപ്പൊ നിന്റെ കണ്ണ് ശരിയായോ? പക്ഷേ ഇന്ന് ഒരു ദിവസം മാത്രം ഞങ്ങളുടെ കൂടെ ഒന്ന് നോക്കിക്കോ. നാളെ മുതൽ എന്റെ ഒപ്പം വരാം. എല്ലാവരും അതിനെ കൂടിനടുത്താക്കിയിട്ട് അവർ പുറപ്പെട്ടു പോയി. പൂച്ചയ്ക്ക് മനസ്സിലായി ഇപ്പൊ അതിന് ശരിക്കും കണ്ണു കാണുന്നില്ല എന്ന്. അത് മരത്തിൽ കയറി പിന്നെ ദേഷ്യത്തിൽ പറഞ്ഞു, നീ എന്നെ അത്ര തല്ലിയില്ലേ? ഇപ്പൊ നോക്ക് ഞാൻ നിന്നെ എന്ത് ചെയ്യുമെന്ന്. അത് മിട്ടുവിനെ ആക്രമിച്ചു. പാവം മിട്ടുവിന് ഒരുപാട് പരിക്കേറ്റു. അത് കഴിഞ്ഞ എല്ലാ കുഞ്ഞുപറവകളെയും മുട്ടകളെയും അതെടുത്തു കഴിച്ചു. മിട്ടു പരിക്കുകളോടെ ആ ചിലയിൽ കിടന്നുകൊണ്ടിരുന്നു. എല്ലാ പറവകളും തിരിച്ചു വന്നതും
കാണാതായ അവരുടെ കുഞ്ഞുങ്ങളെ നോക്കി അവരൊരുപാട് ഷോക്കായി. നമ്മുടെ മുട്ടയും കുഞ്ഞുങ്ങളും എവിടെ പോയി? അവരെ പൂച്ച തിന്നു. പക്ഷെ നീയുള്ളപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു? നീ എന്താ തടഞ്ഞില്ല? ഞാൻ നിങ്ങളോട് നുണ പറഞ്ഞതാ എനിക്ക് കണ്ണു കാണുന്നില്ലെന്ന്. അപ്പോഴാ ഇരുന്ന സ്ഥലത്ത് എനിക്ക് ഭക്ഷണം കിട്ടുമെന്ന്. പക്ഷെ ടീനു ഇലയുടെ ചാറിട്ട ഉടനെ എന്റെ കാഴ്ച ശരിക്കും പോയി. പക്ഷെ നിങ്ങൾ എന്നോട് ദേഷ്യപ്പെടരുത് എന്നാ എനിക്ക് കാഴ്ച വന്നെന്ന് നുണ പറഞ്ഞത്. ശരിക്കും ഇപ്പൊ എനിക്ക് കണ്ണ് കാണുന്നില്ല. അതുകൊണ്ടാ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ എനിക്ക് രക്ഷപ്പെടുത്താനായില്ല. മിട്ടു, നീ കാരണമാ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ചത്തുപോയത്. മുട്ടയും നശിച്ചുപോയി. എല്ലാത്തിനും കാരണം നീയാ. എല്ലാ പറവകളും ഒരുമിച്ച് അതിനെ തല്ലാൻ തുടങ്ങി. അവരുടെ ദേഷ്യമെല്ലാം അവർ അതിനോട് തീർത്തു. അതിന്റെ ചിറകിലും ഇപ്പൊ നന്നായി പരിക്കേറ്റിരുന്നു. അതുകൊണ്ട് പാവം അതിന് മരത്തിലിരിക്കാനേ കഴിഞ്ഞില്ല. നാൾ മുഴുവനും അത് മരത്തിനടിയിലിരുന്ന് പിടഞ്ഞുകൊണ്ടേയിരുന്നു. രാത്രിയിൽ മിട്ടുവിന്റെ സഹോദരൻ അവിടേക്ക് വന്നു. അപ്പൊ മിട്ടുവിന്റെ അവസ്ഥ കണ്ട് അവൻ ഒരുപാട് സങ്കടപ്പെട്ടു. അയ്യോ മിട്ടു, നിനക്ക് എന്തു പറ്റി? ആരെന്താ ചെയ്തത്? എന്റെ ഈ അവസ്ഥയ്ക്ക് എന്റെ മടി മാത്രമാ കാരണം. അങ്ങനെ അത് ടീറ്റുവിനോട് നടന്നതെല്ലാം പറഞ്ഞു. നീ ചെയ്തത് ശരിയല്ല മിട്ടു. ആദ്യം നീ എല്ലാ പറവകളോട് ചെന്ന് ക്ഷമ ചോദിക്കണം. പക്ഷെ അതിനു മുന്നേ ഞാൻ നിന്നെ ഭേദപ്പെടുത്താം. അങ്ങനെ പറഞ്ഞത് അവിടെ നിന്ന് പോയി. കുറച്ചു നേരത്തിൽ അതേ ഇല കൊണ്ട് അവിടേക്ക് വന്നു. അത് മിട്ടുവിന്റെ കണ്ണിൽ ആ ചാറ് ഒഴിച്ചുടനെ ഇത്തവണ മിട്ടുവിനെ ശരിക്കും കാഴ്ച തിരിച്ചു കിട്ടി. ടീറ്റു, എനിക്ക് ഇപ്പെല്ലാം കാണുന്നുണ്ട്. ശരി പോ, ആ പറവകളോട് പോയി ക്ഷമ ചോദിക്കേ. ടീറ്റു മിട്ടുവിനെ പറവകളുടെ അടുത്ത് കൊണ്ടുപോയി. പിന്നെ പറഞ്ഞു, കൂട്ടുകാരെ, നിങ്ങളുടെ ദേഷ്യം ശരിയാണ്. പക്ഷെ മിട്ടു ചെയ്ത തെറ്റിന് അതിന് ശിക്ഷ കിട്ടി. നിങ്ങൾ ഒരേ ഒരു തവണ അതിനോട് ക്ഷമിക്കൂ. ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. അത് കേട്ട എല്ലാ പക്ഷികളും മിട്ടുവിനെ ക്ഷമിച്ചു. അത് കഴിഞ്ഞ അന്നു മുതൽ അതെപ്പോഴും മടിപിടിച്ചിരുന്നതുമില്ല, നുണ പറഞ്ഞതുമില്ല.